SSLC students, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ 10ാമത്തെ ചാപ്റ്റർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് തിയറി എക്സാമിന് ഹെൽപ്ഫുൾ ആണ്, നിങ്ങളുടെ പ്രാക്ടിക്കലിന് യൂസ്ഫുൾ ആയിരിക്കും, എല്ലാം സിമ്പിൾ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം നോട്ട്സ് അടക്കം തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ തിയറി ക്വസ്റ്റ്യൻസും തിയറി കാര്യങ്ങൾ വളരെ യൂസ്ഫുൾ ആണെന്നും പ്രാക്ടിക്കൽ നിങ്ങൾ പഠിച്ചത് അതേപോലെ തന്നെ വന്നു എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ വലിയ സന്തോഷമായ മക്കളെ. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും, ഇനിയും ചാപ്റ്റേഴ്സിന്റെ. അപ്പൊ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തത് നിങ്ങൾക്ക് ഏത് വേണം, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ചാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞുതരാം. ഇത് ഞാൻ ചെയ്യാം. അതുപോലാതെ നിങ്ങൾ എല്ലാവരും ഒരു ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്നെയും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ആവണമെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഒരെണ്ണം ഓർമ്മയുണ്ടെങ്കിൽ ഒരെണ്ണം മതി. നിങ്ങൾക്ക് 10 ഓർമ്മയുണ്ടെങ്കിൽ 10 കമന്റ് ചെയ്ത ഓപ്ഷൻ ഒന്നും വേണ്ട. അങ്ങനെയാണ് ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായി എന്ത് ടൈപ്പ് ക്വസ്റ്റ്യനാ വരാന്ന്. ഒരു കുട്ടി എനിക്ക് കമന്റ് ചെയ്താ ഏതൊക്കെ പ്രാക്ടിക്കലിന് വന്നേ. അപ്പൊ നമ്മള് എല്ലാവർക്കും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് മാറി ഒരു 150 ക്വസ്റ്റ്യൻ എത്ര ടോട്ടൽ ഉള്ളൂ എന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ നിന്ന് മാറി വരും. അപ്പൊ നിങ്ങള് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ടതാ. ഒരാളിതാ ഈ ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയ ഹെൽപ്ഫുള്ളാ. അത് കണ്ട് 2 ആൾക്കാർ ലൈക്ക് അടിച്ചു, ഞാൻ കാണിച്ചു, നിങ്ങൾ എല്ലാവരും കണ്ടു. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വന്ന തിയറിയിൽ വന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യുക, ഓർമ്മയുള്ളത് വെച്ചിട്ട്. ഇനിയിപ്പോ എന്താ കറക്റ്റ് ഓർമ്മയിലാവോ, തോമസ് ആൽവ എഡിസന്റെ പറ്റി ചോദിച്ചു, അല്ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇത് ചോദിച്ചു, എന്താണെന്ന് ക്വസ്റ്റ്യൻ ഓർമ്മയില്ല, അതൊന്ന് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾക്ക് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 2000 rupees ജോയിൻ ചെയ്യാം. അത് ഫ്രീ ആയിട്ട് വേണ്ടവർക്ക് +1 എക്സാമിനർ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഏത് നിങ്ങൾക്ക് നീറ്റ് ആയാലും JEE ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ആയിക്കോട്ടെ, അതിന് വരെ ബാച്ച് ഉണ്ട്. +1 ഇപ്പൊ അഡ്മിഷൻ എടുത്ത് വെച്ചോ, അങ്ങനെ റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. സോ നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം തരുന്നു, ഈ സാധനങ്ങൾ വേണമെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. വാട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എക്സാമിനറിന് ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും. ഇതെടുത്ത് വെച്ചാൽ മതി, ധാരാളമാണ്. ടെക്സ്റ്റ് ബുക്കിനെക്കാളും ഷോർട്ട് ആയിട്ട് കിട്ടും. ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള അനലിറ്റിക്കൽ എഞ്ചിൻ മലയാളം നോട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മലയാളം മീഡിയംകാർ എന്നെ ക്ഷമിക്കണം, എൻ്റെ മലയാളം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും വലിയ വാക്കൊക്കെ വായിക്കുമ്പോൾ നല്ല അടിപൊളി മോശമായിരിക്കും, എന്നാലും ക്ഷമിക്കണം. ഓക്കെ, അനലിറ്റിക്കൽ എഞ്ചിൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ഗാർബേജ് അല്ല, ചാൾസ് ക്യാബേജ് അല്ല, ചാൾസ് ബാബേജ്. ഓക്കെ, ഇസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. അത് ചോദിക്കാറുള്ള ചോദ്യമാണ്. ആൻഡ് അനലിറ്റിക്കൽ എഞ്ചിൻ ആണ് പുള്ളി ഡെവലപ്പ് ചെയ്തത്. എന്താണ് സംഭവം? ഡിസൈൻ ദ അനലിറ്റിക്കൽ എഞ്ചിൻ. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെൻ ടു ഓപ്പറേറ്റ് ഈസ് യൂസിങ് സ്റ്റീം. ആദ്യം കൊണ്ടല്ലേ സ്റ്റീം എഞ്ചിൻ ട്രെയിനെ കണ്ടിട്ടില്ല, അതുപോലെ എന്നാ വിചാരിച്ച, പക്ഷെ നടന്നില്ല. ബാബേജ് couldn't build a practical version. നടക്കുന്ന ഒരു വേർഷൻ നടന്നില്ല. ഓക്കെ, ENIAC, വർക്കിംഗ് കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റിംഗ് ഹിസ് ഐഡിയാസ് എമേഴ്സ് 120 years later. ഈ പുള്ളിക്കാരന്റെ ഐഡിയ വെച്ചിട്ട് 120 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു സംഭവം. അപ്പൊ ചാൾസ് ബാബേജ് ഇസ് നോൺ ആസ് എ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഉണ്ടാക്കാൻ നോക്കിയത് അനലിറ്റിക്കൽ എഞ്ചിൻ, പക്ഷെ നടന്നില്ല. സ്റ്റീം വെച്ചിട്ടായിരുന്നു. ഈ സംഭവങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ചോദ്യങ്ങളെങ്കിലും മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഇനി അടുത്തത് മൾട്ടിഫേരി യൂസസ് ഓഫ് കമ്പ്യൂട്ടർ. മക്കളെ, കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ എവിടുന്നാ വരുന്നതെന്ന് അറിയോ? പണ്ട് കാലത്ത് ഓരോ ഗവൺമെന്റിന്റെ കാൽക്കുലേഷനോ അല്ലെങ്കിൽ മിലിറ്ററിക്ക് വേണ്ടിയിട്ടോ കുറെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ സ്റ്റാഫിനെ ഹയർ ചെയ്യായിരുന്നു. നമ്മളല്ല, ഗവൺമെന്റ് ആര് വേണമെങ്കിലും. അപ്പോൾ നമുക്ക് അക്കൗണ്ടൻസ് ഒക്കെ പോലെ ഇന്നുള്ള പോലെ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരെ കുറെ ലേഡി സ്റ്റാഫ് ആയിരിക്കും, ചിലപ്പോൾ മെയിൽ സ്റ്റാഫ് ആയിരിക്കും, അവരെ കമ്പ്യൂട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നടത്തുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? കമ്പ്യൂട്ടർ എന്ന് വിളിക്കും. ഓക്കെ, അവർ കമ്പ്യൂട്ടേഴ്സ്, അവർ കമ്പ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ കമ്പ്യൂട്ടർ എന്ന് വിളിക്കും. പക്ഷെ ഇന്ന് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതാണോ? കാൽക്കുലേഷൻ മാത്രമാണോ? മാത്തമാറ്റിക്കൽ അല്ല. യൂട്യൂബ് നോക്കാൻ പറ്റും, സിനിമ കാണാൻ പറ്റും, നിങ്ങൾക്കൊരു ബുക്ക് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് പവർ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും, ഗെയിം കളിക്കാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. ബിറ്റ് കോയിൻ വരെ മൈൻ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ എന്നുള്ള മാറിയില്ലേ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുക. അല്ല, കാൽക്കുലേഷൻ അല്ലാണ്ട് എല്ലാം ഉപയോഗിക്കും. അത് ഉദ്ദേശിക്കുന്നത് ഫോർ ഡൈവേഴ്സ് പർപ്പസസ്. എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. മെനി സോഫ്റ്റ്വെയർ പാക്കേജസ് ഡിസൈൻ ഫോർ സ്പെസിഫിക് ടാസ്ക്. പവർ പോയിന്റ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള, നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനം തന്നെ ചെയ്യാം. ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് എങ്ങനെയാണ് വ്യത്യാസമുള്ളത് മനസ്സിലാക്കണം. സോഫ്റ്റ്വെയർ ഡിസൈൻ ഫോർ സ്പെസിഫിക് പർപ്പസസ്. മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കമന്റ്സ് ഞാൻ ഒരെണ്ണം പറഞ്ഞത്, നിങ്ങൾ ബാക്കിയുള്ള കമന്റ് ഞാൻ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ക്യാമറേന്റെ ആപ്പ്, അത് വേണ്ട നിങ്ങൾക്ക് ഡൗട്ട്. ഇപ്പൊ MS വേർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലിബ്രെ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ, അത് ടൈപ്പ് ചെയ്യാനും ഡോക്യുമെന്റ് ഉണ്ടാക്കാനുള്ളത്. നിങ്ങൾ 2 കമന്റ് ചെയ്യാം. നിങ്ങൾ 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യണം നിർബന്ധമായിട്ട്. അതിൽ നിന്ന് നമുക്ക് ലൈക്ക് അടിച്ചിട്ട് കറക്റ്റ് ആൻസേഴ്സിനെ പൊക്കാം. ഓക്കെ, മറക്കരുത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് നിങ്ങൾ കമന്റ് ചെയ്യാം. പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ യൂണിവേഴ്സിംഗ് വേരിയസ് ടാസ്ക്. നിങ്ങൾ ഇപ്പോൾ ഗെയിം കളിക്കണം, നിങ്ങൾ ഗെയിമിന്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗെയിം ഓപ്പണിംഗ് അല്ലേ, മൊത്തം സാധനം അല്ലല്ലോ, അതാണ് വ്യത്യാസം. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS എന്ന് പറയുന്നത് എന്താണ് സംഭവം? നിങ്ങളൊരു കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ മൊത്തം കാര്യം നോക്കുന്നതാണ് OS അല്ലെങ്കിൽ ഓപ്പറേഷൻ സിസ്റ്റം അല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് മനസ്സിലാക്കുക, അതാണ് ഈ ചാപ്റ്റർ.
An operating system is considered to be a resource manager. എന്താ റിസോഴ്സ് മാനേജർ? കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയോ യൂണിഫൈ ചെയ്യുന്ന സംഭവമാണ്. എനിക്ക് സംഭവം മനസ്സിലായി. ഓക്കെ, റിസോഴ്സ് മാനേജർ. അപ്പൊ കമ്പ്യൂട്ടർ കുറേ സാധനങ്ങളുണ്ട്, എല്ലാം കുറേ സോഫ്റ്റ്വെയർ ഉണ്ട്, കുറേ ഹാർഡ്വെയർ ഉണ്ട്, എല്ലാം കൂടി മാനേജ് ചെയ്യുന്ന സംഭവമാണ്. വിച്ച് മീൻസ് മാനേജിങ് ഓൾ ദ റിസോഴ്സസ് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പൊ ഹാർഡ്വെയർ, CPU, RAM, ഡിസ്ക്, നെറ്റ്വർക്ക്, എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ. നിങ്ങളുടെ മൗസ് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ മോണിറ്ററിനോട് കാണിക്കാൻ പറയുന്നു, മോണിറ്റർ ഓഫ് ആകുമ്പോൾ CPU പറയുന്നു മോണിറ്റർ കാണുന്നില്ല, നിങ്ങൾ കീബോർഡിൽ അടിച്ചു പൊട്ടിക്കുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അത് മോണിറ്ററിൽ വരുന്നു. അതൊക്കെ CPU എല്ലായിട്ട് നിങ്ങൾ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഹാർഡ് ഡിസ്കിൽ കൊണ്ട് ഇടുന്നത്, അതൊക്കെ ചെയ്യുന്നത് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, മൊത്തം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ കാണുന്ന വിൻഡോസ് സ്ക്രീനൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നോക്കിയേ, ഇറ്റ് ഓൾസോ കൺട്രോൾസ് വേരിയസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യും. അപ്പം അതിനുള്ളിലെ ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് ഡിവൈസ് ഡ്രൈവേഴ്സ്, മാനേജ് സിസ്റ്റം സെക്യൂരിറ്റി, ഹാൻഡിൽസ് എവറിത്തിങ്, എല്ലാ സംഭവം ചെയ്യും. ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ഇനി OSന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് തുറന്നാലും ഈ ഫാനും TV അല്ലാണ്ട് ബാക്കി എല്ലാം, TVക്ക് വരെ ഇപ്പൊ ഉണ്ട് അല്ലേ OS. ഗൂഗിൾ TV ഉണ്ട്, ആൻഡ്രോയിഡ് OS ഉണ്ട്, മാക്ക്, ആപ്പിളിന്റെ ലാപ്ടോപ്പാണ് മാക്ക്, വിൻഡോസ് കമ്പ്യൂട്ടർ മിക്കവർക്കും ഉണ്ടാവും, ലിനക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ, ആൻഡ്രോയിഡ് ഫോൺ അതൊരു OS ആണ്, ആപ്പിളിന്റെ ഐഫോണിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ iOS. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ചില കമ്പനിയിൽ മാത്രം ഉപയോഗിക്കുക. ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ കുറേ കമ്പനികളുണ്ട്. ആപ്പിൾ പറയാം, ആപ്പിൾ വേറെ ആർക്കും കൊടുക്കൂല. ഓക്കെ, അതേപോലെ ലിനക്സ് എല്ലാവർക്കും ഉപയോഗിക്കാം, വിൻഡോസ് ഉണ്ട്, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് OSന്റെ കുറച്ച് എക്സാമ്പിൾ. ഇനി ആ OSനുള്ളിൽ കുറെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി OSന്റെ എന്താണ് ഫംഗ്ഷൻ, എന്തുകൊണ്ടാണ് നമ്മളൊരു OS വെക്കുന്നത്? കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പൊ നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിപ്പോ ഗെയിം ഓപ്പൺ ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് ആകാശത്ത് പിടിച്ചിടാൻ പറ്റില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം തീരുമാനിക്കാം, ഇത് ഇവിടെ ഉണ്ട്, നമുക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ചെയ്യാം, അതിനെ വിളിച്ചുകൊണ്ട് വരാം. മൊത്തം ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മൊത്തം ബിൽഡിംഗ് നടത്തുന്ന ഒരു കാര്യസ്ഥൻ പോലെയാണ്. അപ്പൊ എല്ലാം നടത്തണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. കോർഡിനേഷൻ ഓഫ് ഹാർഡ്വെയർ പാർട്സ് തമ്മിലുള്ള കോർഡിനേഷൻ ഓർത്ത് വെക്കുക. സിസ്റ്റം ഫോർ സ്റ്റോറിംഗ് ഫയൽസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യണം, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് തരാൻ പറ്റിയ സിനിമ ഇല്ല, അതുകൊണ്ട് ഹാർഡ് ഡിസ്കിൽ കൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ഫയലിൽ കൊണ്ട് ഇടാം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ എല്ലാം പരിപാടി മൊത്തം നടത്തണമെങ്കിൽ നമ്മുടെ OS വേണം. ഓക്കെ, ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നോട്ട് ചെയ്താൽ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ചോദിക്കും, ഇതിന്റെ ഫുൾ ഫോം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. NTFSന്റെ ഫുൾ ഫോം നിങ്ങൾ എല്ലാവരും കമന്റ്സിൽ അറിയിക്കാം. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റും. ഇത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും കേട്ടോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റനിൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റാർ ഇട്ട് വെച്ചോ. ദ മാനർ ഇൻ വിച്ച് ഈച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർമാറ്റ്സ് ദ ഹാർഡ് ഡിസ്ക്. ഈ ചിലവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം, നമ്മൾ കാർഡൊക്കെ മെമ്മറി കാർഡ് ഇടുമ്പോൾ അല്ലെങ്കിൽ പെൻഡ്രൈവ് ഒക്കെ ഇടുമ്പോൾ ഫോർമാറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഏത് രീതിയിലും ഫോർമാറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്കാലത്ത് നിങ്ങൾക്ക് കാണാം FAT32, NTFS അല്ലെങ്കിൽ XFAT ഒക്കെയാണ്. ഇപ്പൊ മാക് ഉള്ളവർക്ക് macOS ജേർണൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഓക്കെ, അത് നമുക്കിപ്പം ലെറ്റ്സ് ഒരു രീതിയാണ്, ഒരു ഭാഷയിൽ എന്ന് പറയാം. ഓക്കെ, ചിലവർക്ക് റീഡ് ആവില്ല, macOS നമ്മൾ ചെയ്തിട്ട് വിൻഡോസിൽ കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യില്ല. ഓരോ രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും, കാലിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നേരം തുടച്ചടിക്കുന്ന പോലെ, ഓക്കെ, ഇഷ്ടമുള്ള പോലെ ഫോർമാറ്റ് ചെയ്യാം. ആ സിസ്റ്റം ഉണ്ട്, ഒരു സിസ്റ്റം, ഫയൽ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പം നമ്മൾ പറയാം ആൻഡ്രോയിഡിന് വേറെ ആയിരിക്കും, മൈക്രോസോഫ്റ്റിന് വേറെ ആയിരിക്കും, നിർബന്ധമായിട്ടും വേറെ ആണെന്നില്ല, സെയിം ആവാൻ പറ്റും. GNU ലിനക്സിന് EXT3 EXT4 അപ്പൊ EXT4 നിങ്ങൾ എന്താണ് കണ്ടിട്ടില്ല, അപ്പൊ അത് GNU ലിനക്സിന്. പിന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോഗിക്കുന്നത് NTFS ആണ് ഇപ്പൊ ഉപയോഗിക്കുക, FAT32 ഉപയോഗിക്കും. ഓക്കെ, ഇനി ആപ്പിൾ ഉപയോഗിക്കുന്നത് എന്താണ്, HPFS-ഉം HPFS+. ഇത് കുറെ കാലം മുമ്പ് തേട്ട, ഇപ്പൊ അത് നല്ല ഉപയോഗിക്കാം, പക്ഷെ ഇത് പഠിച്ചു വെക്കാം. നാളെ നിങ്ങളോട് ചോദിക്കാൻ NTFS FAT32 ചോദിക്കുക, ഏതാണ് വിൻഡോസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്. XT3 X4 എന്ന് പറയുമ്പോൾ ലിനക്സ് ഉപയോഗിക്കും. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. അത് മാത്രം വെച്ചാൽ നിങ്ങളോട് ഡെഫിനേഷൻ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല ഫയൽ സിസ്റ്റത്തിന്റെ. ഇനി ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ പോലെ ഒന്നും അല്ല, അത്രയും കോംപ്ലിക്കേഷൻ അല്ല, വളരെ സിമ്പിൾ. നിങ്ങളുടെ ലഞ്ച് ബോക്സ് കണ്ടോ, ലഞ്ച് ബോക്സ് കണ്ടു നോക്ക്, സാൻഡ്വിച്ച് ഇവിടെ എന്താണ് ചിക്കൻ, ഇവിടെ പച്ചക്കറി. നമ്മളൊന്നും ഇങ്ങനെ അല്ലാന്ന് പറയാം, നമ്മുടെ എന്താണ് എല്ലാം കൂടി ചോറ് അമ്മ ഇട്ടു, ഇത്ര ഒരു ചെറിയ പാത്രമായിരിക്കും, അമ്മ അതിനെക്കാട്ടി ഇത്രയുള്ള ചോറ് എങ്ങനെയൊക്കെയല്ലോ കുത്തി നിറയ്ക്കും, എന്നിട്ട് അതിനിടയ്ക്ക് ഒരു ഓംലെറ്റോ അല്ലെങ്കിൽ ഒരു മീനോ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറിയോ എല്ലാം കൂടി വെച്ചിട്ട് കുറച്ച് അച്ചാറും കൂടി സൈഡിൽ വെക്കും, എല്ലാം കൂടി ചമ്മന്തിയായിട്ട് നമുക്ക് അവസാനം കിട്ടും അല്ലേ. അത് വേറെ തന്നെ ഒരു ഫിസിക്സ് ആണ്.
ഇനി ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, പക്ഷെ അമ്മ തരുന്ന പോലെ അല്ല, കുറച്ചുകൂടി പാർട്ടീഷൻ ആയിട്ട് തരും. അമേരിക്കൻ അമ്മമാർ തരുന്ന പോലെ കുറച്ച് സാധനങ്ങൾ ഇവിടെ, കുറച്ച് സാധനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യരുത്. ഓക്കെ, നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത C ഡ്രൈവ് ഉണ്ടാവും, E ഡ്രൈവ് ഉണ്ടാവും, F ഡ്രൈവ് ഉണ്ടാവും. ഓക്കെ, ഒരു കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഡിവൈഡിങ് ദ ഹാർഡ് ഡിസ്ക് ഇൻ ടു ഡിഫറെന്റ് പാർട്സ് ഇസ് കോൾഡ് പാർട്ടീഷൻ. ഹാർഡ് ഡിസ്കിനെ ഇങ്ങനെ നിന്നെ ഇവിടെ ഞാൻ സിനിമ ഡൗൺലോഡ് ചെയ്യും, ഇവിടെ ഞാൻ ഗെയിംസ് വെക്കും, ഇവിടെ ഞാൻ ഇത് വെക്കും, അങ്ങനെ പറയുന്നതാണ്. ഗുണം എന്താണ്? അങ്ങനെയാണ്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഗെയിം കളിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സാൻഡ്വിച്ച് മാത്രം ഇങ്ങനെ സാൻഡ്വിച്ച് നോക്കിയാൽ മതിയില്ലേ, അല്ലാണ്ട് എല്ലായിടത്തും കൂടി തരണം. ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഈ പച്ചക്കറിന്റെ ഉള്ളിൽ കൂടെ സാൻഡ്വിച്ച് നോക്കണം, വേണ്ട. ഗെയിമിന് വേണ്ടി ഗെയിമിംഗ് സെക്ഷൻ, സിനിമയ്ക്ക് വേണ്ടി സിനിമ സെക്ഷൻ, അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. യു ക്യാൻ യൂസ് ആപ്ലിക്കേഷൻ ഡിസ്ക്. ആപ്ലിക്കേഷൻ ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോം ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ലിനക്സിൽ നോം ഡിസ്ക് ഉപയോഗിച്ചാൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് പാർട്ടീഷൻ ഒക്കെ ചെയ്യാം കേട്ടോ. പാർട്ടീഷൻ കൂട്ടാം കുറയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. GNU ലിനക്സ് ഫയൽ സിസ്റ്റം റിക്വയർമെന്റ്സ് 3 പാർട്ടീഷൻ. ഓക്കെ, GNU ലിനക്സിന്റെ ഫയൽ സിസ്റ്റത്തിന് നമ്മുടെ ext3യും ext4നും 3 പാർട്ടീഷൻ നിർബന്ധമാണ്, റിക്വയർസ്. ഓക്കെ, എന്താണ്? റൂട്ട് ഉണ്ട്, ഹോം ഉണ്ട്, പിന്നെ സ്വാപ്പ് ഉണ്ട്. ഓരോന്നും എന്തിനാണെന്ന് നോക്കി വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, റൂട്ട് എന്ന് പറഞ്ഞാൽ ഫോർ സ്റ്റോറിംഗ് പ്രോഗ്രാംസ് ദാറ്റ് ആർ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വേര് പോലെ. ഓക്കെ, നമ്മുടെ ഒരു മരത്തിന്റെ ഏറ്റവും വേര് ഉള്ളിലുള്ള റൂട്ട്, ഏറ്റവും ബേസിക്സ് ആദ്യം തന്നെ എന്താണ് റൂട്ട്. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആദ്യം തന്നെ വേണ്ടത്, അതിന്റെ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാനാണ് റൂട്ട്. റൂട്ട് ഫോൾഡർ എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള, ഏറ്റവും പുറത്തുള്ള ഫോൾഡർ എന്ന് പറയും. ഹോം എന്ന് പറഞ്ഞാൽ ഫോർ സ്റ്റോറിംഗ് ഫയൽസ് ക്രിയേറ്റഡ് ബൈ ദ യൂസർ. നിങ്ങളിപ്പോൾ ഒരു PDF ഡൗൺലോഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് ഡൗൺലോഡ് ചെയ്തു, അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമിന്റെ പാർട്ടീഷനിൽ പോകും. ആൻഡ് സ്വാപ്പ് ദ ഫയൽസ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാപ്പ് ആണ് അതിന്റെ പേര്. ഫയൽ സിസ്റ്റം ഫോർ ടെമ്പററി സ്റ്റോറേജ്. പെട്ടെന്ന് ഇങ്ങനെ മാറ്റി കളിക്കും അല്ലേ? നിങ്ങളുടെ തലയിൽ ഇപ്പൊ പെട്ടെന്ന് അയ്യോ ഇന്ന് ആ സിനിമ ഡൗൺലോഡാ, അയ്യോ ഇന്ന് ആ സിനിമ ഇറങ്ങുമല്ലോ, അങ്ങനെയൊക്കെ ആലോചിക്കലേ. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കോ? ഇല്ല, അതിങ്ങനെ മറന്നു പോകും അല്ലേ? നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന സംഭവം സ്വാപ്പിലായിരിക്കും സ്റ്റോർ ആവുക നിങ്ങളുടെ ബ്രെയിനിൽ, അത് സ്റ്റോർ ചെയ്യണം അല്ലേ? അപ്പം അതെ, പെട്ടെന്ന് ടെമ്പററി സ്റ്റോറേജ് ആണ് സ്വാപ്പ്. അപ്പൊ 3 എണ്ണം പഠിച്ചു, 3 എണ്ണത്തിന് ചോദ്യം നിങ്ങൾക്ക് കിട്ടി. ബട്ട് GNU ലിനക്സ് സിസ്റ്റം ക്യാൻ ഓൾസോ ഫംഗ്ഷൻ വിത്ത് ജസ്റ്റ് റൂട്ട് ആൻഡ് സ്വാപ്പ് ഫയൽസ്. ഹോം ഇല്ലാണ്ടും വർക്ക് ചെയ്യാം, അതൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഹോം ഇല്ലാണ്ടും വർക്ക് ചെയ്യാം, ഇത് രണ്ടും നിർബന്ധമാണ്. സ്വാപ്പും നമുക്ക് റൂട്ടും വേണം. ഓക്കെ, ഞാൻ എന്റെ മലയാളമൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാം. ഈ നോട്ട്സ് മൊത്തം കിട്ടും. പിന്നെ മക്കളെ, നിങ്ങൾക്ക് എക്സാമിന് റിവിഷൻ ബാച്ച് ജോയിൻ ചെയ്യണം, വേഗം തന്നെ ജോയിൻ ചെയ്യാം. റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ +1 അഡ്മിഷൻ എടുത്താൽ കിട്ടും. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ യൂസർ. മക്കളെ, നിങ്ങൾ എല്ലാവരും കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ നിങ്ങൾ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെ മൊബൈലിലൊന്നും ഇല്ല, യൂസർ ആയിട്ട് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് ഉണ്ട് അല്ലെ? നിങ്ങൾ ഇപ്പോൾ ഫാമിലി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലൊന്നും ഇല്ലെന്ന് അറിയാം, പുറത്ത് അമേരിക്കക്കാരൊക്കെ കുട്ടിക്ക് ഒരു പ്രൊഫൈല്, അച്ഛന് വേറെ പ്രൊഫൈൽ, അമ്മയ്ക്ക് വേറെ പ്രൊഫൈല്, അങ്ങനെയൊക്കെ. നമുക്ക് എല്ലാവർക്കും ഒരു പ്രൊഫൈലേ ഉള്ളൂ. അപ്പം ഓരോ യൂസർ പ്രൊഫൈലിന്റെ ഗുണം എന്താണ്? ഇപ്പൊ അച്ഛന്റെ വർക്കിന്റെ ഫയൽസ് നമുക്ക് ആവശ്യമില്ല. അതിപ്പോ നമ്മളിപ്പോ അച്ഛന്റെ അക്കൗണ്ട് എടുത്താൽ, അച്ഛന്റെ ഈ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ അച്ഛന്റെ വർക്ക് ഫയൽസും അച്ഛന് ആവശ്യമുള്ള കിട്ടും. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ആൻഡ് കമ്പ്യൂട്ടറിന് ഇപ്രാവശ്യം എന്ത് ചെയ്യാം? ഹാർഡ് ഡിസ്ക് ഇത്ര ഉണ്ടെങ്കിൽ ഇത്ര അച്ഛന്റെ ഫയൽസ് ആണ്, ഇത് മാത്രം നോക്കിയാൽ മതി, പണി സിമ്പിളായി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഗെയിമും സിനിമയാണെങ്കിൽ അത് മാത്രം ഇവിടെ നോക്കാം. അമ്മയ്ക്കാണെങ്കിൽ എന്താണ്, നെറ്റ്ഫ്ലിക്സ് മാത്രം മതിയായിരിക്കും, അപ്പൊ അത് വേറെ നോക്കാം. അപ്പം ഒരു പേഴ്സണലൈസ് ചെയ്ത് അല്ലെ, ഒരു വേറെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാർട്ടീഷൻ പോലെ ഉണ്ടാവും. അതാണ് ഗുണം. GNU ലിനക്സ് സിസ്റ്റം ഹാസ് ദ ഫെസിലിറ്റി ടു രജിസ്റ്റർ മോർ ദാൻ 1 യൂസർ. എന്റെ അമ്മോ, കുറെ യൂസർ ചെയ്യാൻ പറ്റുന്നു, ഭയങ്കര സംഭവം. ഓക്കെ, ഈച്ച് പേഴ്സൺ ഹു യൂസസ് ദ കമ്പ്യൂട്ടർ ഇസ് കോൾഡ് യൂസർ. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ യൂസർ എന്ന് വിളിക്കും. ഓക്കെ, ഉപഭോക്താവ്. ഓക്കെ, എന്താണ്? യൂസർ എന്ന് വിളിക്കും. ആ സംഭവം മനസ്സിലായല്ലോ? കുറെ യൂസേഴ്സിനെയും ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിൽ 50 കുട്ടികളുണ്ട്, ഒരു കമ്പ്യൂട്ടർ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കണമെങ്കിൽ വേറെ യൂസർ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊന്നും ചെയ്യൂല, പക്ഷെ നിങ്ങൾക്ക് നല്ല ചെയ്യാം. സംഭവം മനസ്സിലായല്ലോ? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് രജിസ്റ്ററിംഗ്? എന്തുകൊണ്ടാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? എന്തിനാ നാല് യൂസർ വേണ്ടത്? വളരെ സിമ്പിൾ. We have stated that the home is the place where the hardest source of files were used. When a user registers, who fails? See, ഹാർഡ് ഡിസ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇത്രയും വലിയ ഹാർഡ് ഡിസ്ക് ആണ്. ഓക്കെ, ഇപ്പം അലൻ സാറിന് ഇത്രയും സ്ഥലം മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഹോമിൽ കുറച്ച് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അലക്സ് സാറിന് വേറെ എന്തെങ്കിലും ഫയൽസ് ഒക്കെ ആയിരിക്കും ആവശ്യം, ഫിസിക്സിന്റെ ഒക്കെ ഫയൽസ്, അത് അവിടെ സ്റ്റോർ ചെയ്തു. അപ്പൊ അലൻ സാർ ലോഗിൻ ചെയ്യുമ്പോൾ അലൻ സാറിന്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി, അലക്സ് സാറിന് നോക്കണ്ട ആവശ്യമില്ല. അർച്ചന മിസ്സിന് ആ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കണം. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അർച്ചന മിസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അർച്ചന മിസ്സിന്റെ ബയോളജി ഫയൽസ് അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെസ്ക്ടോപ്പ് ഫോർ ഈച്ച് യൂസർ. എനിക്കിപ്പം ഡൈനസോറിന്റെ ഫോട്ടോ വാൾപേപ്പറോ ആണ്. അപ്പൊ ഡൈനസോറിന്റെ അലക്സാറിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ അലക്സാർ ഫിസിക്സിന്റെ ഐൻസ്റ്റൈന്റെ മുഖം, അങ്ങനെ അർച്ചന മിസ്സിന് നോക്കുമ്പോൾ അതിലെ സെല്ലിന്റെ ബാക്ടീരിയന്റെ ഒക്കെ. അപ്പൊ എല്ലാവർക്കും പേഴ്സണൽ ഡിഫറെന്റ് അപ്പിയറൻസ് കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പം നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവും. ഈ യൂസർ ഇസ് ഏബിൾ ടു കീപ് ഫയൽ സെപ്പറേറ്റ്ലി, ഫയൽ സെപ്പറേറ്റ് കിട്ടാം ആൻഡ് പാസ്വേഡ് പ്രൊട്ടക്റ്റും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഗുണങ്ങളുണ്ട്. എനിക്ക് ഇപ്പോൾ സീക്രട്ട് വെക്കണം, അർച്ചന മിസ് അറിയാൻ പാടില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ പ്രൊഫൈൽ ഇടും. അപ്പം എന്റെ പാസ്വേഡ് ഇല്ലാണ്ട് പറ്റൂല,
ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഇനി യൂസർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആണ്. അതിൻ്റെ ഒരു ടൂൾസും കൊടുത്തിട്ടുണ്ട്. സംഭവങ്ങൾ നോക്കിയ ആപ്ലിക്കേഷൻസിൽ പോവാം. GNU ലിനക്സിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ആപ്ലിക്കേഷനിൽ പോവാ, സിസ്റ്റം ടൂൾസിൽ പോവാ, അഡ്മിനിസ്ട്രേഷൻ, യൂസർ ആൻഡ് ഗ്രൂപ്പ്സ്. അവിടെ കൊണ്ട് ആഡ് ചെയ്യുക, പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് ഇടുക, സിമ്പിൾ. ഓക്കെ, സംഭവം സിമ്പിൾ ആണല്ലോ. ഇത് ചിലപ്പോൾ പ്രാക്ടിക്കലിൽ തിയറിയിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. എവിടെയാണ് കിട്ടുക? ആപ്ലിക്കേഷനിൽ, സിസ്റ്റം ടൂൾസ്, ഓർത്ത് വെക്കുക, അഡ്മിനിസ്ട്രേഷനിൽ, യൂസർ ഗ്രൂപ്പ്. മൊത്തം ചോദിക്കൂല. ചിലപ്പം ഇവിടെ മാത്രം ബ്ലാങ്ക് ഇട്ടിട്ട് ഇയാൾ എന്താന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി ഈ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം കേട്ട് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ തിയറിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കമന്റും ചെയ്യാൻ മറക്കണ്ട. ദി ജനറൽ സ്ട്രക്ചർ ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറച്ച് സ്ട്രക്ചർ ഉണ്ട്. ജനറലി എ കംപ്ലീറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ഹാവ് 2 പാർട്സ്. മക്കളെ, 2 ഭാഗങ്ങൾ ഉണ്ടാവും. എന്താണ് 2 ഭാഗങ്ങൾ? ഓൺ ഓപ്പറേഷണൽ ലെവൽ, കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി 2 ഭാഗങ്ങളുണ്ട്. 2 ലെവൽ. ഓൺ ഓപ്പറേഷണൽ ലെവൽ, ലിഫ്റ്റ് എടുത്തിട്ട് 2 ലെവലാണ്. അല്ല, ഈ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് 2 ലെവലുണ്ട്. എന്താണ് ലെവൽ? ഫസ്റ്റ് വൺ കെർണൽ എന്ന് പറയും. ഓക്കെ, കെർണൽ. ഓക്കെ, പോപ്കോൺ ഒക്കെ നമ്മൾ ഈ ആക്റ്റീവ് പോപ്കോൺ വാങ്ങിക്കാൻ കിട്ടില്ല. ആ സാധനത്തെയും പൊട്ടുന്നതിന് മുമ്പ് കേർണൽ എന്നാ പറയാം. ഈ സംഭവം തന്നെയാണത്, പക്ഷെ വേറെ സംഭവം. വൺ ഓഫ് ദിസ് ഇസ് കേർണൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ചോദിക്കാം. വിച്ച് ഇന്ററാക്ട്സ് വിത്ത് ഹാർഡ്വെയർ ഡയറക്ട്ലി. കേർണൽ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിയേ, നിങ്ങൾ കീബോർഡ് തൊടുന്നു, അത് ഹാർഡ്വെയർ. മൗസ് ഹാർഡ്വെയർ, മോണിറ്റർ ഹാർഡ്വെയർ, CPU ഹാർഡ്വെയർ. പക്ഷെ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിനുള്ളിലുള്ള ഫയൽ സ്റ്റോർ ചെയ്യാൻ തൊടാൻ പറ്റുമോ? ഓ, സിനിമ, നമുക്ക് എന്താണ് അവതാർ സിനിമ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പോയിട്ട് ഹാർഡ് ഡിസ്കിൽ തൊട്ടാ ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല. അത് സോഫ്റ്റ്വെയറിന്റെ ഭാഗത്തുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ കെർണൽ എന്താണ്? ഇന്ററാക്ട് വിത്ത് ഹാർഡ്വെയർ ഡയറക്ട്ലി. ഓക്കെ, അപ്പൊ മോണിറ്ററും എന്താണ് കീബോർഡ് മൗസ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ് കെർണൽ. ഓക്കെ, ഓർ ത്രൂ ഡ്രൈവേഴ്സ്, അല്ലെങ്കിൽ ഡ്രൈവറിൽ കൂടെ. ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ മോണിറ്റർ ഒരു ഭാഷയിലാണല്ലോ സംസാരിക്കുക. നമ്മൾ മോണിറ്റർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക, CPU കണക്ട് ചെയ്യുമ്പോൾ മോണിറ്ററിനോട് സംസാരിക്കാനുള്ള ഭാഷ ഈ ഡ്രൈവറാണ്. വണ്ടി ഓടിച്ച് പോകണ്ടേ? മോണിറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കേബിൾ വഴി വണ്ടി ഓടിച്ച് പോകണം. ആ ഡ്രൈവർ വേണം. അപ്പം ഡ്രൈവർ വഴി ഒന്നെങ്കിൽ സംസാരിക്കും, അല്ലെങ്കിൽ കെർണൽ നേരെ നോക്കി സംസാരിക്കും മോണിറ്ററിനോട്. ഓക്കെ, ഹാർഡ്വെയറിനോട്. ആൻഡ് ദി അതർ കൺസിസ്റ്റ് ഓഫ്, മറ്റേ ആൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ, ഷെല്ലും സിസ്റ്റംസ്. ഓക്കെ, ഷെല്ലും സിസ്റ്റം ദാറ്റ് ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ. ഓക്കെ, GUI. ഇത് GNUന്റെ ഫുൾ ഫോം അല്ലെ, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ബാക്കി സോഫ്റ്റ്വെയർ നിങ്ങൾ കാണുന്ന, നിങ്ങൾ വാൾപേപ്പർ, നിങ്ങൾ കാണുന്ന ക്രോം നിൽക്കും എന്ത് വരണം എന്നുള്ളതൊക്കെ ഉള്ളിലുള്ള സംഭവങ്ങൾ എന്താണ്? സിസ്റ്റമും ഷെല്ലും ആണ് ഹാൻഡിൽ ചെയ്യുക. അതാണ് സെക്കൻഡ് ലെവൽ. സംഭവം മനസ്സിലായോ? നോക്കിയേ, ആപ്ലിക്കേഷൻ CPU, മെമ്മറി, ഡിവൈസസ്, അതൊക്കെ സംസാരിക്കുന്ന ആരാണ്? കെർണൽ, ഓപ്പറേഷൻ. ഓക്കെ, പിന്നെ കെർണലിൽ നിന്നാണ് ആപ്ലിക്കേഷൻസിലേക്ക് സംഭവം മാറ്റുക. ഇനി ഓരോന്നിന്റെ കെർണൽ പ്രോഗ്രാം പഠിച്ചോളാം, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ വളരെ സ്റ്റാർട്ട് കളഞ്ഞു. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളിപ്പം GNU ലിനക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ലിനക്സ് ആണ് കേർണൽ പ്രോഗ്രാം. ഇതിന്റെ കുറച്ച് ഹിസ്റ്ററി പഠിക്കാനായിട്ട് അവസാനം ഞാൻ പറയാം. മൈക്രോസോഫ്റ്റിനെ ആണെങ്കിൽ വിൻഡോസ് NT ആണ് എന്താണ് കേർണൽ പ്രോഗ്രാം. ആപ്പിൾ മാക്OS Xനാണ് XNU. GNU അല്ല, XNU കേട്ടോ. ഇത് 3 നോട്ട് ചെയ്തോ. GNU ലിനക്സിന് ലിനക്സ്, അതെങ്കിലും ഓർത്ത് വെക്കുക. മൈക്രോസോഫ്റ്റ് വിൻഡോസിന് NT ആൻഡ് ആപ്പിളിന് XNU. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ ഞാൻ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് അവസാനം വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണം അതിലേക്ക് സ്കിപ്പ് ചെയ്യാം. അതുകൊണ്ട് ആ കാര്യം പറയാൻ മറന്നേ. ഓക്കെ, ഇനി ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉണ്ട്. ഫ്രീ സോഫ്റ്റ്വെയർ എന്താ വ്യത്യാസമാണ്? മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് ഡ്യൂറിംഗ് ദ ഏർലി ഡേയ്സ് വെയർ അവൈലബിൾ ഫോർ ഫ്രീ. ആദ്യം സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉപയോഗിച്ചോട്ടെന്ന് വിചാരിച്ചു, പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചില്ല. പിന്നെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി അല്ലേ, മൈക്രോസോഫ്റ്റ് ഒക്കെ ഇത്രയും വലിയ കമ്പനിയാകാൻ കാരണം അവര് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നാ. അല്ല, നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ അതിന് പൈസ കൊടുക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ അതിന് പൈസ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഓരോ കമ്പ്യൂട്ടറിൽ ഇടണമെങ്കിൽ, ഇപ്പൊ സാംസങ്ങിന്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലെനോവോന്റെ കമ്പ്യൂട്ടറിൽ ഇടണമെങ്കിൽ അവര് ഇവർക്ക് പൈസ കൊടുക്കണം. നിങ്ങൾ 30,000 കൊടുത്ത് ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ അതിൽ 2,000, 3,000 ചിലപ്പോൾ രൂപ വിൻഡോസിനായിരിക്കും കിട്ടുക, മൈക്രോസോഫ്റ്റിനായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ അത് ഫ്രീ അല്ല. ബട്ട് ആ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഗ്രൂ, വി ഓൾമോസ്റ്റ് ആറ്റ് ദ ഗ്രോത്ത് ഓഫ് കോമ്പറ്റീഷൻ. മോണോപ്പൊളി പ്രാക്ടീഷണേഴ്സ് ദാറ്റ് റിസ്ട്രിക്റ്റഡ് ഫ്രീഡം ടു കോപ്പി. പിന്നെ കോപ്പി ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ദ കോമ്പറ്റീഷൻ ബിക്കേം റിയലി ഫിയർസ് വെൻ സോഫ്റ്റ്വെയർ വാസ് ബ്രോട്ട് ഇൻ അണ്ടർ കോപ്പിറൈറ്റ് ലോ. കോപ്പിറൈറ്റ് ലോന്റെ ഇടയ്ക്ക് ഈ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കോപ്പി ചെയ്ത് ഓരോ ഗെയിമും ഇത് പറ്റൂല, ഓരോന്ന് വാങ്ങിക്കണം എന്നായി. Okay, no harm. Okay, such software is called proprietary software. Okay, എന്താണ് ഇവർ പറയുന്നത്? നോക്കിയേ, in the 1980s, following which even for academic purposes the know-how of a software was highly restricted and kept highly confidential. കോപ്പിറൈറ്റ് ലോ വന്നേ പിന്നെ 1980s നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ വെറുതെ അക്കാഡമിക് പർപ്പസിനാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പറ്റൂല, നിങ്ങൾ അത് കോൺഫിഡൻഷ്യൽ ആക്കി വെച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറെ ആൾക്കാർക്ക് വിൻഡോസിന്റെ സൈഡിൽ എന്താണ് ദിസ് ഇസ് നോട്ട് ജെന്യുവൻ വേർഷൻ എന്ന് പറയുന്നത്, അത് നമ്മൾ ക്രാക്ക് ചെയ്ത് നോക്കുന്ന ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ സോഫ്റ്റ്വെയറിനാണ് അവരെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ പറയുമ്പോൾ
ഇതൊക്കെ ബിൽഗേറ്റ്സിന്റെ സോഫ്റ്റ്വെയറാണ്, നമ്മൾ പൈസ കൊടുത്ത് തൽക്കാലം വാങ്ങിച്ചു എന്നുള്ളൂ. ഓക്കെ, സോഫ്റ്റ്വെയർ അവരാണ്, നമ്മൾ പക്ഷെ ഉപയോഗിക്കുന്നു എന്നുള്ളൂ. ആ കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മുടെ ലിനക്സിന്റെ ഒരു ഹിസ്റ്ററി കഥയിലേക്ക് വരാം. എങ്ങനെയാണ് ലിനക്സ് എന്നുള്ള പേര് വന്നതും ആൻഡ് GNU ലിനക്സിന്റെ ഫുൾ ഫോം എന്താണെന്നും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ തിയറി കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലിനക്സ്, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കെർണൽ റിട്ടൺ ബൈ ലൈനസ് ടോർവാൾഡ്സ്. ഈ പേര് ഓർത്ത് വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലിനസ് അല്ലെ ലൈനസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിക്കാം. അയാളാണ് ഉണ്ടാക്കിയത് നമ്മുടെ ലിനക്സ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ ഒരു കേർണലാ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ റിട്ടൺ ബൈ ലൈനസ് ടോർവാൾഡ്സ്. നോക്കാം, ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ഞാൻ പറയുന്നുണ്ട്. വി ഹാവ് ലേൺ ദാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് ഡിഫറെന്റ് പാർട്സ്. കേർണൽ ഇസ് വൺ ഓഫ് ദ ബേസിക് പാർട്സ്. കേർണൽ ആരായിട്ട് ഇന്ററാക്ട് ചെയ്യുക? സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ? ഹാർഡ്വെയർ. The GNU projects എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ടീമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. പ്രൊജക്ട് നെയിം ദ കേർണൽ പാർട്ട് ദേ ഇന്റൻഡഡ് ടു ബിൽഡ് ഇൻ GNU ഹേർഡ്. അപ്പൊ എന്താണെന്ന് വിചാരിച്ചാൽ GNU പ്രോജക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു വിചാരിക്കാം, സിമ്പിൾ ഭാഷയിൽ. അവരുടെ കേർണലിനെ, ഓക്കെ, നമ്മുടെ ലിനക്സ് GNU ലിനക്സിലെ കേർണൽ എന്താ? ലിനക്സ്. അപ്പൊ GNU കേർണലിനെ, GNU പ്രൊജക്ട് അവർ വിചാരിച്ചു നമുക്ക് കേർണലിന്റെ പേര് GNU ഹേർഡ് എന്ന് പേരിടാന്ന് വിചാരിച്ചു. ഓക്കെ, ഇതായിരുന്നു നെയിം ഓഫ് കേർണൽ. ഓക്കെ, കേർണലിന്റെ പേര് ഇടാന്ന് വിചാരിച്ചു. പക്ഷേ however the kernel part was not ready. കേർണൽ പാർട്ട് അവർ റെഡി ആയിട്ടില്ല. ബാക്കി പാർട്സ് ഒക്കെ റെഡിയായി. ഓക്കെ, അപ്പൊ കേർണലില്ല. നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഉണ്ട്, ബാക്കി സാധനങ്ങളുണ്ട്, കേർണലില്ല. ഓക്കെ, നമ്മുടെ ഹാർഡ്വെയർ ആയിട്ട് സംസാരിക്കുന്ന സംഭവം ഇല്ല. ലൈനസ് ടോർവാൾഡ്സ്, അതാണ് നമ്മുടെ ലിനക്സ് ഉണ്ടാക്കിയ ലൈനസ് ടോർവാൾഡ്സ്, a student of Helsinki University in Finland, started developing a operating system kernel in 1991 with the name. അപ്പൊ ആരാണ് ഉണ്ടാക്കിയത്? അപ്പം ലൈനസ് ടോർവാൾഡ്സ് എന്ത് ചെയ്തു? ഒരു OSന്റെ കേർണൽ ഉണ്ടാക്കി. OSന് 2 ലെവൽ ഉണ്ട്, അതിലെ കേർണൽ ഉണ്ടാക്കി 1991. അതിന്റെ പേരെന്താണ്? ലിനക്സ്. ഓക്കെ, സ്വന്തം പേര് പോലെ ലൈനസ് അല്ലെങ്കിൽ ലൈനക്സ് എന്ത് വേണേക്കോട്ടെ. പീപ്പിൾ സ്റ്റാർട്ടിങ് ടു യൂസ് ദിസ്, ഈ കേർണൽ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. അലോങ് വിത്ത് GNU കമ്പോണൻസ്, GNU പ്രോജക്റ്റിന്റെ ഓക്കെ അവരുടെ കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ GNU കമ്പോണൻസും ആൻഡ് GNU കേർണൽ ഇല്ലാത്തതുകൊണ്ട് ലൈനസിന്റെ കേർണൽ ഉപയോഗിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാവിംഗ് ടേക്കൺ ദീസ് ടു ആർ നോൺ ആസ് GNU ലിനക്സ്. അതുകൊണ്ടാണ് GNU ലിനക്സ് എന്നുള്ള പേര് വരാൻ കാരണം. GNU പ്രോജക്റ്റിന്റെ കമ്പോണൻസിന് വേണ്ടി GNU ഹേർഡ് എന്നുള്ള കേർണൽ ഉപയോഗിക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അപ്പോൾ നമ്മുടെ ലൈനസ് ടോർവാൾഡ്സ് ഉണ്ടാക്കിയ ലിനക്സ് എന്നുള്ള കേർണലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് GNU/ലിനക്സ് എന്ന് ഉപയോഗിക്കും. ഓക്കെ, ഈ സോഫ്റ്റ്വെയർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രൊപ്രൈറ്ററി ആണ്, ഫ്രീ ആണ്, ആൻഡ് അവരെ കേർണൽ യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം, നിങ്ങൾ കമന്റ് ചെയ്യാം. GNU ലിനക്സിന് എന്തായിരുന്നു മക്കളെ? പ്രൊപ്രൈറ്ററി ആണോ, ഫ്രീ ആണോ? അത് ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കേർണൽ എന്തായിരുന്നു? നമ്മളിപ്പോ പഠിച്ചു, ലിനക്സ് ആണ് അതിന്റെ കേർണൽ. ഓക്കെ, മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രൊപ്രൈറ്ററി ആണ്, നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പ്രൊപ്രൈറ്ററി ആണ്. ഫ്രീ BSD എന്ന് പറയുമ്പോൾ ഫ്രീ ആണ്, BSD ആണ്, ആ പേരിൽ തന്നെ ഉണ്ട്. മാക് OS X ഫ്രീ ആണോ? അല്ല, പ്രൊപ്രൈറ്ററി ആണ്. ആൻഡ് അതിൽ കേർണൽ എന്തായിരുന്നു? എല്ലാം ഞാൻ ഇവിടെ കൊടുത്തത് XNU. ഓക്കെ, GNU അല്ല, നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങൾ തന്നെയാണ് ഞാൻ സമ്മറൈസ് ചെയ്തത്. ഓക്കെ, ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഈ സെയിം സാധനം GNU ഹേർഡും ലിനക്സിന്റെയും കഥ എങ്ങനെയാണ് GNU ലിനക്സ് എന്നുള്ള പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എവിടെയാ? ഫോണിലുള്ളത് ആൻഡ്രോയിഡ്, iOS, ബ്ലാക്ക്ബെറി. ഓക്കെ, പിന്നെ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, ATMലൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു OS ഉണ്ട്, നമ്മൾ ഉപയോഗിക്കാറില്ലെന്നുള്ളൂ. മോട്ടോർ കാർസ്, ഇപ്പോഴത്തെ കാറിന് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, ആപ്പിൾ കാർപ്ലേ ഉണ്ട്, അതുപോലെ അവരുടെ തന്നെ സിമ്പിൾ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ വെയറബിൾ ഡിവൈസസ് ഓൾസോ. ഈ വാച്ചിനും ഇപ്പോഴത്തെ കണ്ണട, റേബാന്റെ കണ്ണടയിൽ ക്യാമറയിൽ കൂടെ നമ്മുടെ മെറ്റാ സോഫ്റ്റ്വെയർ വെച്ചിട്ട് മാർക്ക് സക്കർബർഗ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നുണ്ട്, ആപ്പിളിന്റെ വിഷൻ പ്രോ വരുന്നുണ്ട്. അതൊന്നും ഈ ബുക്കിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ അറിയണം. വെയറബിൾ ഡിവൈസ്, വാച്ച് കൂട്ടാം, ഇപ്പൊ റിങ് വരെ ഉണ്ട് അല്ലെ, റിങ് ഉണ്ട്, കണ്ണടയുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഫോണും ശരിക്കും പറഞ്ഞാൽ വെയറബിൾ ഡിവൈസ് ആയിട്ടാണ് ഒരു കാലത്ത് വരെ കൺസിഡർ ചെയ്തത്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊരു ബേസിക് പ്രോഗ്രാംസ്? ആൻഡ്രോയിഡ്, ഗൂഗിൾ, ലിനക്സ് ആണ് ബേസിക് പ്രോഗ്രാം. ഗുഡ് നോളജ്. iOS, ആപ്പിൾ കോർപ്പറേഷൻ, യൂണിക്സ് ആണ് ഉപയോഗിച്ചത്. ഓക്കെ, യൂണിക്സും ലിനക്സും തമ്മിലുള്ള ഒരു സംഭവം മനസ്സിലാക്കണം കേട്ടോ. ക്വസ്റ്റ്യനിൽ ഞാൻ പറയാം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഒരു കാലത്ത് ഫോൺ ഇറക്കിയിട്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, പൊട്ടിപ്പോയിട്ടായിരുന്നു, ലൂമിയ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ നോക്കി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് ഉപയോഗിക്കാം. ടൈസൺ, ലിനക്സ് ഫൗണ്ടേഷൻ, ലിനക്സ് ഉപയോഗിച്ചു. ബ്ലാക്ക്ബെറി വെച്ചിട്ട് QNX ഉപയോഗിച്ചു. ഓക്കെ, സംഭവങ്ങൾ മനസ്സിലായല്ലോ. ഇനി വെയറബിൾ ഡിവൈസസ് പറയുമ്പോൾ സ്മാർട്ട് വാച്ചസ് ഹാവിംഗ് ദ ഫെസിലിറ്റീസ് ടു ലിസൺ ടു മ്യൂസിക്, മേക്കിംഗ് ഫോൺ കോൾസ്, സ്പെക്ടക്കിൾസ്, റിസ്റ്റ് ബാൻഡ്സ്, ലോക്കറ്റ്സ്, ഗാഡ്ജറ്റ്സ്, ചിപ്സ് ആർ ഇൻസ്റ്റാൾഡ് അണ്ടർ ദ സ്കിൻ.
എനിക്കറിയുന്നതായിട്ടില്ല, ന്യൂറാലിങ്ക് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ വളരെ ബേസിക് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിന് വേണ്ടി ഞാൻ സെക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 24 മിനിറ്റ് ഇത്രയും ഞാൻ പഠിപ്പിച്ചു. ഇതന്നെ ഈ ചാപ്റ്ററിൽ മാക്സിമം പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിന് കൂടെ എനിക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പഠിപ്പിക്കാനുണ്ട്. വിച്ച് among the following is a free operating software? ഫ്രീ ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ പ്രൊപ്രൈറ്ററി ആയിരിക്കരുത്. ലിനക്സ്, മൈക്രോസോഫ്റ്റ് അല്ല, ആപ്പിൾ അല്ല, ബ്ലാക്ക്ബെറി 10 അല്ല, എന്താണ്? GNU ലിനക്സ് ആണ്. ഓക്കെ, റെഡി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്? ഏതാണ് കൃത്യം, പക്കാ കറക്റ്റ്? GNU ആണോ GNU ലിനക്സിന്റെ കേർണൽ? ഇല്ല, GNUവിന്റെ കേർണൽ വർക്ക് ചെയ്തില്ല. അതാണ് GNU ഹേർഡ് ഉണ്ടാക്കാൻ നോക്കിയത്, അത് വർക്ക് ചെയ്തില്ല. GNU is the shell program. എനിക്കറിയില്ല. ലിനക്സ് is the kernel program. ഓ, ഇവിടെ എനിക്കൊന്ന് തെറ്റിപ്പോയി. കേർണൽ GNU ലിനക്സിന്റെ സിസ്റ്റത്തിന്റെ കേർണൽ പ്രോഗ്രാം ലിനക്സ്. ലിനക്സ് ആണോ ഇത് കേർണൽ പ്രോഗ്രാം, ഷെൽ പ്രോഗ്രാം? നമുക്കറിയാം കറക്റ്റ് ആയിട്ട് ലിനക്സ് ആണ്. അതുകൊണ്ടാണ് GNU ലിനക്സ് എന്നുള്ള പേര് വരാൻ കാരണം. ഓക്കെ, GNU ലിനക്സിന്റെ ലിനക്സ് ആണോ ഷെൽ പ്രോഗ്രാം? അല്ല. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല, ആവശ്യമില്ല പഠിക്കാൻ. Which of the following is most correct? GNU program was written by Richard Stallman. Linux program, Linux program, Linus Torvalds, പേര് കേട്ടാൽ മനസ്സിലാവും. ഓക്കെ, ബാക്കി നോക്കണ്ട. പിന്നെ നിങ്ങൾക്ക് കെൻ തോംസണും റിച്ചർഡ് സ്റ്റോൾമാനും കൂടെയുള്ള പേര് പഠിക്കാനുണ്ട്. അതെന്താണ് നിങ്ങൾ അവരുടെ പേരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെന്നിസ് റിച്ചി തമ്മിലുള്ള പേരുള്ള എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, അത് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നോക്കട്ടെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ കറക്റ്റ്? ചിലപ്പോൾ 2 ആൻസർ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ പറയും 2 ആൻസർ ശരിയുണ്ടാവും, ചിലപ്പോൾ ഒരു ആൻസർ ശരിയുണ്ടാവും. നമുക്ക് നോക്കാം. Unix was first developed by Bell Laboratories. GNU Linux was first developed by University of California. Mac OS was released by Apple Corporation. അത് ശരിയാണ്. GNU Linux മൈക്രോസോഫ്റ്റ് അല്ല. മൈക്രോസോഫ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബെൽ ലബോറട്ടറീസ്. ഇതും തെറ്റാണ്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അല്ലല്ലോ, നമ്മൾ പഠിച്ചത് ഹെൽസിങ്കി എന്നാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതും ഇയാളുമാണ് ശരി. ഏതാണ്? യൂണിക്സ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ബെൽ ലബോറട്ടറീസ്. പുതിയ പോയിന്റ് നോട്ട് ചെയ്തത്. യൂണിക്സ് ബെൽ ലബോറട്ടറീസ്. ഓക്കെ, അതേപോലെ തന്നെ ആപ്പിൾ കോർപ്പറേഷൻ്റെയാണ് മാക് OS X. വിച്ച് ഇസ് ദ നെയിം ഓഫ് ദ ഡിവൈസ് ചാൾസ് ബാബേജ് tried to build but later known as the first form of computer? നമ്മൾ ഉണ്ടാക്കാൻ നോക്കി ഫസ്റ്റ് ഒരു പേര് കണ്ടിട്ടാണ് സ്റ്റീം ഒക്കെ ഉപയോഗിച്ചിട്ട്. എന്താണ്? അനലിറ്റിക്കൽ എഞ്ചിൻ. ഈനിയാക്ക് 120 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയ സംഭവമാണ് അനലിറ്റിക്കൽ എഞ്ചിൻ ആണ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. Many of the operating systems we today are such as Mac OS and FreeBSD are developed from this operating software or recreated based on it. Mac OS ഉം FreeBSD ഉം വേറെ എന്തൊരു OS ൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അത് ഏതാണെന്ന് ചോദിച്ചത്. അപ്പൊ റെഡ് ഹാറ്റ് അല്ല, ഗൂഗിൾ അല്ല, വിൻഡോസ് അല്ല, യൂണിക്സ്. അപ്പൊ യൂണിക്സിൽ നിന്നാണ് മാക് OSഉം FreeBSDയും അവരുടെ OS ഉണ്ടാക്കിയത്. ഓക്കെ, ആ കാര്യം നോട്ട് ചെയ്യാം. ഇനി യൂണിക്സ് ആരാണ്? ബെൽ ലബോറട്ടറീസ്. ഓക്കെ, ചൂടെ നൽകിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ GNU ലിനക്സ് അല്ലെ GNU ലിനക്സ്. ഓക്കെ, വിതരണങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഏതെല്ലാം? ഓക്കെ, ഉബുണ്ടു, ബ്ലാക്ക്ബെറി, വിൻഡോസ് 10, iOS, IT സ്കൂൾ, ലിനക്സ്. ഇതിൽ ഏതൊക്കെയാണ് ലിനക്സിന് വരുന്നത്? വളരെ ഓബ്വിയസ് ആണ്, ഉബുണ്ടു ആൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന GNU IT സ്കൂൾ ലിനക്സ്. ഓക്കെ, ചൂടെ നൽകിയിരിക്കുന്ന സ്വതന്ത്ര ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? പ്രൊപ്രൈറ്ററി അല്ല, ഫ്രീ ഏതാണ്? പേര് കേട്ടാൽ മനസ്സിലാവും, FreeBSD ആണ്. മാക് OS Xഉം iOSഉം വിൻഡോസ് ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടൂല. നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല എന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ വാങ്ങിക്കുന്ന സോഫ്റ്റ്വെയറിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാം. വലിയ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആൻസർ ചെയ്തോ. ഞാൻ വായിച്ചാൽ ഇപ്പൊ തീരൂല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ചൂടെ നൽകിയിരിക്കുന്ന വേറബിൾ ഡിവൈസസ് ഉദാഹരണം ഏതാ? ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റും, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇടാൻ പറ്റും? ഇല്ല. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്സ് ഇടാൻ പറ്റും. ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉദ്ദേശിക്കുന്നത്, അല്ലെ ഫ്രണ്ട് സ്ക്രീൻ ഉദ്ദേശിക്കുന്നത്. മോഡം പറ്റൂല. മോഡം എന്ന് പറയുമ്പോൾ മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ, നെറ്റ് വീട്ടിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, ഇതാണ് റിസ്റ്റ് ബാൻഡ്സ്. ഓക്കെ, ഇതല്ലാണ്ട് ഞാൻ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, അതിന് ആൻസർ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഫുൾ നോട്ട്സ് ആയിട്ട് കിട്ടും. അതിനുവേണ്ടി വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാം. നെയിം ദ പാർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ഹാർഡ്വെയർ ഡയറക്ട്ലി. ഹാർഡ്വെയർ ആയിട്ട് സംസാരിക്കുന്ന ഏത് ഭാഗമാണുള്ളത്? നമുക്കറിയാം, കെർണൽ. എന്താണ്? കെർണൽ. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ, അതാണ് ആൻസർ. നെക്സ്റ്റ്, സോഫ്റ്റ്വെയർ യൂസ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. എനിക്കിപ്പോൾ നെറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം? ഗൂഗിൾ ക്രോം. ഫോട്ടോസ് നോക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസിന് ആപ്പ് പോകും, അതിനെ നമ്മൾ വിളിക്കും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സ്പെസിഫിക് കാര്യം. ഇപ്പൊ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യും അല്ലേ? ഫോട്ടോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ GNU ലിനക്സ് ഉപയോഗിക്കും? ഇല്ല, അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, who is known as the father of computers? ലൈനസ് എന്നല്ല, ചാൾസ് ബാബേജ്. ഓക്കെ, ചാൾസ് ബാബേജ്. പിന്നെ നമുക്ക് അറിയേണ്ടത് പ്രോസസ് ഓഫ് ഡിവൈഡിങ് ഡിസ്ക്സ് ഇൻടു. ഓക്കെ, ഒരു ഹാർഡ് ഡിസ്കിനെ വേറെ ഭാഗങ്ങളാക്കുന്ന സംഭവത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ആൻഡ് ഗിവിംഗ് അഡ്രസ് ടു ദിസ് ബ്ലോക്ക് ഇസ് കോൾഡ്
സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ഹാർഡ് ഡിസ്ക് അല്ല. സി ഡിവൈഡിങ് ദ ഡിസ്ക് ഇൻ ടു ബ്ലോക്സ് ആൻഡ് ഗിവിംഗ് അഡ്രസ് ടു ഫയൽ സിസ്റ്റം ആണോ ഫോർമാറ്റിംഗ് ആണോ? ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് കാലിടിച്ച് വൃത്തിയാക്കാനുള്ള ഫോർമാറ്റിംഗ് ഉണ്ട്, നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റിന്റെ കളറും ഫോണ്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരുന്നത് ഫോർമാറ്റിംഗ്. രണ്ട് രീതിയിലുള്ള ഫോർമാറ്റിംഗ് ഉണ്ട്. ഫയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അവർക്ക് അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഒരു ഫയൽ സിസ്റ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് മൈക്രോസോഫ്റ്റിനാണെങ്കിൽ എന്താണ് ഫയൽ സിസ്റ്റം? നിങ്ങൾ കമന്റ് ചെയ്യുക, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് which one of the following kernel is used for GNU Linux? See, kernel for GNU Linux ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിനക്സ് തന്നെ, ഒന്നും നോക്കണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഈച്ച് പേഴ്സൺ ഹു യൂസസ് എ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ഓരോ ഉപഭോക്താവിന്റെ പേര് അല്ല ഉപയോക്താവിനെയും വിളിക്കുന്ന പേരെന്താണ്? എന്താണ് മക്കളെ? വളരെ സിമ്പിൾ, യൂസർ. ഉപയോഗിക്കുന്ന ആള്, യൂസ് ചെയ്യുന്ന ആള് യൂസർ. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാവരും കമന്റ് ചെയ്യുക. അതോടെ ചാപ്റ്റർ കഴിഞ്ഞു, ഇതിൽ നോട്ട്സ് കിട്ടും. കമന്റ് ചെയ്യണം നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, വേർ ആർ ദ ഫയൽ സേവ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ? OS-ലാണോ, ഹാർഡ് ഡിസ്കിലാണോ, GNU Linux-ലാണോ, CD-ലാണോ? കമന്റ് ചെയ്യുക, എവിടെയാണ് നമ്മൾ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇനിയും കുറെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം പവർ ആക്കുക. IT എക്സാം നമുക്ക് തകർക്കാം.